ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ സ്ട്രക്ചറൊക്കെ കയറ്റി, പക്ഷേ അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റില്ല, കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം. നാളെ രാവിലെ വന്നിട്ട് അന്ന് സ്ട്രക്ചർ കയറ്റുന്നത് രാവിലെ എല്ലാവരും ഭയങ്കര ചർച്ചയായി കാണുന്നുണ്ട്. ആ ഉയരത്തിന് മണ്ടേ വേണം കയറ്റി വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മളുണ്ട് സ്ട്രക്ചർ എല്ലാം ഉണ്ടാക്കി വെച്ചേക്കാണ്. 2 പീസായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് കാണാം. എന്നിട്ട് അത് ഓരോ പീസായിട്ട് മണ്ടേ കയറ്റിയിട്ട് പിന്നെ സെൻറ്റർ നമ്മൾ ജോയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കയറ്റി ഇപ്പം കയറ്റി വെച്ചേക്കുന്ന 2 സ്ട്രക്ചർ കയറ്റി വെച്ചത് വീഡിയോ കാണാം. ഇത് നമ്മൾ അങ്ങനെ ഉയരത്തിന് മണ്ടേ കയറ്റിയതാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് 2-3 പേരെ കൂടെ വിളിച്ചു. പിന്നെ അവിടെ പെയിൻറ് ചെയ്തുകൊണ്ടിരുന്ന ഒരു 2 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ 6-7 പേരുണ്ടായിരുന്നു. ഇതിലാണ് കയറ്റി. ഇച്ചിരി ഭീകരതയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ്. കാര്യം അത് ഇച്ചിരി ലെങ്ത് കൂടുതലാണ് വീഡിയോയ്ക്ക്, അതുകൊണ്ട് സ്പീഡ് കൂട്ടിയിട്ടാണ്. പക്ഷേ അത് കറക്റ്റ് സ്പീഡിൽ കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഭീകരത കയറ്റുന്നതിന് ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ആദ്യം നമ്മൾ ആ സൈഡിൽ കയറുക, ഇത് 2 പേരിന്ന് വലിച്ച് മേളിൽ ബാക്കിയുള്ള താഴെ നിന്ന് പൊക്കി തരുന്നു. ഞങ്ങൾ 2 പേരും മേളിൽ കയറുന്നു. നല്ലപോലെ ഇത് കയറിന് കെട്ടി വലിച്ച് മേളിൽ കയറ്റി. നല്ല വെയിറ്റാണ്, നല്ല ഹെവി വെയിറ്റാണ്. ആ സ്ട്രക്ചർ സെൻറ്റർ ജോയിൻ ചെയ്താൽ എല്ലാവരും കാണാം. അങ്ങനെ എടുത്തു വെച്ചാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് ഇത് താഴെ നിന്നൊരു കുത്തുകാല് വെച്ചിട്ട് ഇങ്ങനെ പൈപ്പ് ട്യൂബ് വെച്ച് കുത്തിപ്പൊക്കി അങ്ങോട്ട് കയറ്റി നീളത്തിൽ കയറ്റി വെക്കുകയാണ്. നല്ല കയറ്റി വെച്ചതിന് ശേഷം അത് നല്ല വലിച്ച് സെറ്റ്, നമുക്ക് അപകടമൊന്നും ഉണ്ടാകാത്ത രീതി കയറ്റി ചെന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മൾ വീണ്ടും വന്ന് ഈ ഉയരത്തെ കയറിയാണ്. ഈ ഉയരത്തെ കയറി പിന്നെ കയറിട്ട് കെട്ടിയിട്ട് അപ്പുറത്ത് നിന്ന് 2 പേര് വലിക്കുന്നുണ്ട്. ഒരാൾ മേളിൽ നിന്ന് വലിച്ച് പൊക്കി കൊടുക്കുന്നു, ബാക്കി താഴെ നിന്ന് ഹെൽപ്പ് ചെയ്ത് പൊക്കുന്നുണ്ട്. നിരങ്ങി വരാതിരിക്കാനാണ് അങ്ങോട്ട് കുത്തുന്നത്. അങ്ങനെ മൊത്തത്തിൽ പൊക്കി മേളിൽ കയറ്റി വെക്കുകയാണ്. സെൻറ്റർ അങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് ഒരെണ്ണം നേരത്തെ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതും കൂടെ മേളിൽ കയറ്റി വെച്ചിട്ട് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ജോയിൻ ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഒരേ രീതിയിൽ ഒരേ മനസ്സോടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ഒരപകടവും ഉണ്ടാവാതെ ചെയ്ത് തീർക്കാൻ പറ്റി. അങ്ങനെ ഫുള്ള് മേളിൽ കയറ്റി വെച്ച് അത് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ താഴെ നിന്ന് അവർ നല്ലപോലെ കുത്തി പൊക്കി പിടിച്ച് സഹായിക്കുകയൊക്കെ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അങ്ങനെ അത് ഒരുവിധം കയറ്റി വെച്ചെല്ലാം അടിപൊളിയാക്കി ജോയിൻ ചെയ്ത് സ്ട്രക്ചറെല്ലാം നല്ല രീതിയിൽ കയറ്റി പള്ളിയിലൊക്കെ അടിച്ചു സെറ്റാക്കി അടിപൊളിയാക്കി. ഇനി നമുക്ക് ഷീറ്റ് വന്നിട്ടുണ്ട്. അത് 2 ദിവസത്തിനകം നമ്മൾ ഷീറ്റിടാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പോൾ അവിടെ കയറിട്ട് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കെട്ടി വെച്ചിട്ടാണ് നമ്മൾ നടുക്ക് ജോയിൻ ചെയ്ത് വെള്ളിയത്. കാരണം ഒരെണ്ണം നൂത്ത് വെച്ചിട്ട് പിന്നെ അപ്പുറത്തിരിക്കുന്നതും കൂടെ അതേപോലെ നൂത്ത് വെക്കണം. നൂത്ത് വെച്ചാൽ മാത്രമേ നമുക്കത് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ജോയിൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണിത്. സ്ട്രക്ചറെല്ലാം കയറ്റി റെഡിയാക്കി ഓക്കെ ആക്കി അങ്ങനെ അടിപൊളിയാക്കി. എല്ലാം ക്രോസൊക്കെ നമ്മൾ ബാറൊക്കെ ഒരുപാട് പീസ് ഇട്ട് അടിക്കണം. സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് പറഞ്ഞേക്കുന്നവർ അങ്ങനെയാണ്. അങ്ങനെ പീസെല്ലാം ഇട്ട് അടിച്ച് സെറ്റാക്കി. നാളെ ഉച്ചയ്ക്ക് ഞാൻ ഇതിൻ്റെ ഒരു ലൈവ് ഇടാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വന്ന് കാണുക. ഓക്കെ.